എല്ലാം പാലുള്ള ആടുകൾ അല്ലേ? നല്ല പാലുള്ള ആടുകൾ. നല്ല ഇയർ ലെന്ത് ഉള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകൾ, ബീറ്റൽ ക്രോസ്, ജമുനാപാരി ക്രോസ്, നല്ല ക്രോസ് ബ്രീഡ് ആടുകളൊക്കെ കിട്ടുന്ന ഒരേ ഒരു ഫാമാണ് നമ്മുടെ ഈ കാണുന്നത്. നല്ല കളറുള്ള ആടുകൾ നോക്കി, ഇത് പാലുള്ള ആടാണ് നോക്കി. നല്ല പാലുള്ള ആടുകളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നല്ല വെള്ള നിറമുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകൾ ഇവിടെ ഉണ്ട് നോക്കി. നമസ്കാരം, എൻ്റെ പേര് നവാസ്. നമ്മളെ ഈ ഫാം ഉള്ളത് കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ മൊട്ടയ്ക്കാവ് കുളപ്പാടം എന്ന ഭാഗത്ത്, മഞ്ഞക്കുഴി എന്ന ഭാഗത്താണ്. വളർത്താനും മീറ്റിനും ഉള്ള ആടുകൾ ഇവിടെ ലഭ്യമാണ്. ഈ ഫാമിൽ നമ്മൾ ആടുകളെ അഴിച്ചുവിട്ട് വളർത്തുന്ന ആടുകളാണ്. അതുകൊണ്ട് പച്ചിലകളെല്ലാം തിന്നുന്ന ആടുകളായതുകൊണ്ട് മീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുമാത്രവുമല്ല, നമ്മൾ പച്ചിലകൾ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ വരവാടുകൾ നമ്മൾക്ക് ഇല്ല. തനി നാട്ടിൽ ജനിച്ചു വളർന്ന ആടുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഇവിടെ മാത്രമല്ല, നമുക്ക് 2-3 ഫാമുകളുണ്ട്. അവിടെ നിന്നെല്ലാം പേരൻസിനെ നമ്മൾ നിർത്തിക്കൊണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെയാണ് ഇപ്പം നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. എപ്പോൾ വന്നാലും ഇവിടെ ആട് വാങ്ങിക്കാൻ പറ്റുമല്ലോ? ഇപ്പം എപ്പോൾ വന്നാലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇറച്ചിക്കായിട്ടുള്ള ആടുകൾ ഇവിടെ ഉണ്ടല്ലോ? ഇറച്ചിക്കായിട്ടുള്ളതും ഉണ്ട്, നല്ല പാലാടുകളുണ്ട്. നല്ല കുട്ടികളെ ആവശ്യമുള്ളവർക്ക് അതും നമ്മൾ കൊടുക്കാൻ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നല്ല ചെവി നീളമുള്ള നല്ല ബീറ്റലിന്റെ ക്രോസ് ആടുകളൊക്കെ, അപ്പോൾ ഇതിനും എല്ലാത്തിനും ഒരൊറ്റ റേറ്റേ ഉള്ളൂ? എല്ലാം ഒരൊറ്റ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചെവി നീട്ടത് ആഗ്രഹിക്കുന്നവർക്ക് അതും നമ്മൾ കൊടുക്കും. അല്ലാത്ത തനി നാടൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതും നമ്മൾ കൊടുക്കും. നമ്മുടെ വീഡിയോയിൽ വെറുതെ പറയുന്നതല്ല, എല്ലാം ഒരേ റേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കും. 420 രൂപ. ഈ ആട് വളർത്തൽ ലാഭകരമാണോ? ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭകരമാണെന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മളെ ആടുകളെ അഴിച്ചുവിട്ട് നമ്മൾ മേഞ്ഞ് നടന്ന് തിന്നുന്ന ആടുകളെ ആകുമ്പോൾ നമുക്ക് കൈത്തീറ്റ നമ്മൾ കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, മേഞ്ഞ് നടന്ന് തിന്നുന്ന ആടുകൾക്ക് നല്ല ആരോഗ്യവും നല്ല ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയും, അതുമാത്രമല്ല മീറ്റിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മളെ കൈത്തീറ്റ കുറയ്ക്കുന്നതോടുകൂടി നമുക്ക് ലാഭം നമുക്ക് ഉണ്ടാകത്തതേ ഉള്ളൂ. വർഷങ്ങളായിട്ട് നല്ല നാടനാടുകളെ വളർത്തുന്ന ഒരു ഫാമാണിത്. വളർത്തുകാർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ആടുകളെ ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. എല്ലാ ആടുകൾക്കും ഒരേ റേറ്റാണ് ഇവർ ഈടാക്കുന്നത്. 420 രൂപ റേറ്റിലാണ് ഇവിടെ ആടുകളെ തൂക്കി നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പലയിടത്തും മോഹല ഇട്ടിട്ടാണ് ആടുകളെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഫാമിനുണ്ട്. ഇവിടെ നല്ല ചെവിനീളമുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകളെയും നല്ല നാടനാടുകളെയും കിട്ടുന്ന ഒരേ ഒരു ഫാമാണ്. അതേപോലെ തന്നെ കട്ടിങ് ആവശ്യത്തിനായിട്ടുള്ള ആടുകളെ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. എപ്പോൾ വന്നാലും ഇവിടെ ആട് കിട്ടും. ഈ ഫാമിൽ ഒരു പ്രത്യേകതയുണ്ട്. നല്ല പാലിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ആടുകളെ വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ആടുകൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. നല്ല മാംസക്കട്ടിയുള്ള ആടുകളും ഇവിടെയുണ്ട്. അപ്പോൾ നാടനാടാണ് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ഫാമിനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് നമ്മുടെ നാട്ടിലെ പച്ചിലകളൊക്കെ ഭക്ഷിച്ച് വളരുന്നത് കൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ആടുകളാണ്. അതിൻ്റെ മാംസത്തിന് ഗുണനിലവാരം കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ഇതേപോലെ കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം നാട്ടിൽ ജനിച്ച് വളർന്ന് പ്രതിരോധശേഷി ആർജിച്ച ആടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം നല്ല രീതി ആടുകൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും. നല്ല പാലുള്ള ആടാണ്, നല്ല പാലുള്ള ഒരു നാടനാട്.